മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. മെറ്റേണിറ്റി ലീവ് ഇത് അനീഷിനോടും അനീഷിന്റെ പോലത്തെ ചിന്താഗതി ഉള്ള ആൾക്കാരോടും വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ത്യാഗിയായ അമ്മ, അല്ലെങ്കിൽ എൻ്റെ മോള് ഭയങ്കര സംഭവം, അല്ലെങ്കിൽ എന്നെ പോലെ ഫേസ് ചെയ്ത ഓരോ അമ്മമാരും ത്യാഗികൾ, മക്കൾ സംഭവം എന്നൊന്നും ഞാൻ ഇവിടെ സ്റ്റാമ്പ് ചെയ്യാനോ രജിസ്റ്റർ ചെയ്തെടുക്കാനോ ശ്രമിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നവരുടെ അറിവിലോട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും സ്ട്രഗിളിംഗ് സ്റ്റേജ് സ്ത്രീകൾക്കുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മേ ബി ഇത് പല സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രിമച്ചർ, അതായത് എൻ്റെ മോളെന്ന് പറയുന്നത് പ്രിമച്ചറാണ്. അതായത് നാളെ 6 months, അതായത് 5 months 6 month ബോണാണ് എൻ്റെ ബേബി. അതായത് നാളെ 6 മാസം തികയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസവിക്കുകയാണ്. പ്രഗ്നന്റ് ആയ സമയത്ത് 2nd month തൊട്ട്, ഞാൻ ഇതിനു മുമ്പ് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോ എനിക്ക് ഒന്നുകൂടി പറയണം തോന്നി. 2ാം മാസം തൊട്ട് ഞാൻ ബെഡ് റെസ്റ്റ് ആണ്. എൻ്റെ യൂട്രസിന് വെയിറ്റ് കുറവായിരുന്നു. അപ്പോ ഒരു 3 month ഒക്കെ ആയപ്പോഴേക്കും യൂട്രസിലേക്ക് ഇങ്ങനെ ബെൽറ്റ് ഇട്ട് താങ്ങി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ഫുൾ ടൈം ബെഡിൽ തന്നെയായിരുന്നു. അനക്കമൊക്കെ വളരെ കുറവായിരുന്നു. ഹോസ്പിറ്റലിൽ പോകല് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഈ ബെഡ് റെസ്റ്റ് ആയി തുടങ്ങിയപ്പോൾ നഴ്സ് വീട്ടിലോട്ട് വന്നിട്ട് എന്നെ കെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ചൂടുവെള്ളം കുടിച്ചും കരിക്കും വെള്ളം കുടിച്ചിട്ടാണ് ഈ ആശാത്തി അതിൻ്റെ ഉള്ളിൽ അനങ്ങുന്നുണ്ടോ എന്നുള്ളൊരു പരിപാടി ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നാളെ 6ാം മാസം ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 5ാം മാസം തീരുന്ന രാത്രി തൊട്ട്, മോർണിംഗ് തൊട്ട് കുട്ടി അനങ്ങുന്നില്ല. അപ്പൊ പലർക്കും അറിയാലോ, നമ്മൾ ഈ ആദ്യത്തെ ഡെലിവറി ആകുമ്പോൾ എല്ലാവരും പറയും നിനക്ക് തോന്നലാണ്, നിന്റെ സംശയമാണ്, കുട്ടിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് പേടിക്കുമല്ലോ കുട്ടിയുടെ കാര്യമാകുമ്പോൾ. അപ്പൊ തിരിഞ്ഞു കിടന്നു, കമന്ന് കിടന്നു, ചൂടുവെള്ളം കുടിച്ചു നോക്കിയിട്ട് ഒന്നും രക്ഷയില്ല. എനിക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങി. അപ്പോൾ പോയി കഴിഞ്ഞപ്പം ഡോക്ടറിന്റെ ഒക്കെ പരപ്പ ചീത്ത, എന്താ ഇത്ര ലേറ്റ് ആയി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഡോക്ടർ ഇത്രേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ, ഓക്കെ എടുക്കുകയാണ്, സിസേറിയൻ ആണ്, കിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് സ്ട്രെയിറ്റ് പറഞ്ഞ കാര്യം, ആംബുലൻസ് പുറത്ത് വെയിറ്റ് ആക്കുന്നുണ്ട്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ദേവു, ഐ എം ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് പ്രസവിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ദൈവാനുഗ്രഹിച്ച് പ്രസവിച്ചു. ഒരു എലിക്കുഞ്ഞിനേക്കാളും ചെറുതായ എൻ്റെ കൊച്ചിനെ എനിക്ക് കിട്ടി, എനിക്ക് കാണിച്ചു തന്നു. നേരെ അവരവരുടേതായ കാര്യങ്ങളിലോട്ട് പോയി. എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ റൂമിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിക്ക് പാലെടുക്കാൻ പറ്റുന്നില്ല, പാല് കുടിക്കാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് പ്രിമച്ചർ ആയതുകൊണ്ട് അവൾക്ക് ചീക്സ് വന്നിട്ടില്ല. ചീക്സ് വരാത്തതുകൊണ്ട് മുലപ്പാൽ അവൾക്ക് ചപ്പി കുടിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്തതെന്ന് അറിയാമോ? ഒരു സിറിഞ്ചിന്റെ ഒരു സംഭവം കൊണ്ടുവന്ന് ആ സിറിഞ്ചിന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് എന്റെ ബ്രസ്റ്റിൽ വെച്ച് സക്ക് ചെയ്ത് പാലെടുത്തിട്ട് സിസ്റ്റർ കൊണ്ടുപോകും, പാല് കൊടുക്കും. അങ്ങനെയായിരുന്നു ഒരു 1.5 മാസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രസവിച്ചവർക്ക് സ്ത്രീകൾക്ക് മനസ്സിലാവും ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ. കാരണം നമുക്ക് കുട്ടിയെ കാണാനും പറ്റുന്നില്ല. കുട്ടിയെ കൊണ്ടുവന്നിട്ട് പല പ്രാവശ്യം നോക്കിച്ചിട്ടും അവൾക്ക് സക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവള് ഭയങ്കര കരച്ചിൽ. കുഞ്ഞു കുടിക്കുന്തോറാണ് അമ്മമാർക്ക് പാല് വരത്തുള്ളൂ അല്ലെ. ഈ പാല് വന്ന് തിങ്ങുമ്പോഴുള്ളൊരു വേദന അത് വേറെയും അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നാലും ഞാൻ എപ്പോൾ നോക്കിയാലും കയ്യിൽ സിറിഞ്ചും ഗ്ലാസും പിടിച്ചാണ് ഈ ഇരിപ്പ് നടപ്പൊക്കെ. വളരും തോറും കുട്ടിക്ക് കൊടുക്കുന്ന പാലിന്റെ അളവ് കൂടും. രാത്രി എനിക്ക് സിസേറിയൻ സ്റ്റിച്ചിട്ടതിന്റെ വേദന വേറെ, അത് പോരാഞ്ഞിട്ട് എനിക്ക് ഇരുന്നിട്ട് നമ്മളിങ്ങനെ പാല് കൊടുക്കുമ്പോഴുള്ളൊരു ഒരു കംഫർട്ട് അല്ല ഈ സാധനം സഖി. ചില സമയത്ത് ഇവൾ വാവിട്ട് കരയുമ്പോൾ നമുക്ക് ടെൻഷനാവും. ഓക്കെ, എനിക്കത് പറയുമ്പോൾ ഇപ്പോഴും കരച്ചിൽ വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കരയുമ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ട് പാലെടുക്കുമ്പോൾ ചിലപ്പോൾ നിപ്പിളിന്റെ തുമ്പ് പൊട്ടിയിട്ട് അതിനകത്തേക്ക് ബ്ലഡ്, അതിങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോഴേക്കായിരിക്കും നമ്മൾ കാണുന്ന അതിനകത്ത് ബ്ലഡ് ഇതായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മളത് കളഞ്ഞിട്ട് പിന്നെ എടുക്കുക. അപ്പൊ ഇതൊക്കെ ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അമ്മ ഉണ്ടെങ്കിലും ഒക്കെ അവർക്ക് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ ആസ് എ ലേഡി ആഫ്റ്റർ ഡെലിവറി സ്വന്തം കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതാണ്. മനസ്സിലായോ? 4 വയസ്സ് വരെ എന്റെ കുട്ടിക്ക് ഞാൻ പാല് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവള് തനിയെ, അതായത് പ്രിമച്ചർ ആയതുകൊണ്ട് തന്നെ മറ്റു കുട്ടീനേക്കാൾ ഇവളുടെ ഗ്രോയിങ് ലെവലും ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ചില സമയത്ത് ചൂടിങ്ങനെ വെച്ച് കല്ലിക്കും. ബ്രസ്റ്റ് കല്ലച്ച് കഴിയുമ്പോൾ ചൂട് വെച്ചിട്ടാണ് പിന്നെ നോക്കിയാക്കിയിട്ടാണ് ഈ സാധനം സക്ക് ചെയ്തെടുക്കുന്നത്. ആ സമയത്തേക്കുള്ള വേദന എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വൃത്തിയോട് പറയുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവില്ല. കണ്ണന്തരൂ വിളിച്ച് പറയരുത് സത്യം പറഞ്ഞാൽ. ഈ സാധനം നിങ്ങൾ അതിന്റെ അകത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സ്ത്രീകളും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു. നിങ്ങൾ വോട്ട് അറിയിക്കുന്ന ഒരു വ്യക്തിയല്ല. മനസ്സിലായോ? നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയും കണ്ണന്തരുവാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. അപ്പൊ 4 വയസ്സ് വരെ എന്റെ കുട്ടിക്ക് ഞാൻ പാല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫേസ് ചെയ്ത് എത്ര അമ്മമാരുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പാല് സക്ക് ചെയ്ത് എടുക്കുമ്പോഴുള്ള വേദന അത് ചിന്തിക്കുമ്പോൾ അതിന്റെ ഇടയിൽ സ്റ്റിച്ച് പഴുത്തിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻ വേറെ. അപ്പോൾ ഇതെല്ലാം അത് പോരാതെ അവർക്ക് ഉണ്ടാവുന്ന പോസ്റ്റ്മോർട്ടം ട്രോമ, ഇതിന്റെ കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ അതൊക്കെ വേറെ. അമ്മയ്ക്കും മോൾക്കും കരുതൽ വേണ്ട ഒരു സമയത്താണ്. എത്ര കരുതലുണ്ടെന്ന് പറഞ്ഞാലും ഈ പാല് തനിയെ എടുത്തു കുടിക്കുമ്പോൾ പകുതി പ്രശ്നം തരും. പക്ഷെ ഇത് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്.
ദൈവാനുഗ്രഹിച്ച് ഇപ്പൊ എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടിയെ സംബന്ധിച്ച്. അത് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. അവളുടെ ഹെൽത്ത് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. അത് വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സിമ്പതി എമ്പതി ഒരു സാധനം വേണ്ട. ഇപ്പോ അവള് നിങ്ങളെല്ലാരും കണ്ടല്ലോ വീഡിയോയിൽ, നല്ല ചുണക്കൂട്ടിയാണ്, ദൈവാനുഗ്രഹിച്ച്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ മെറ്റേണിറ്റി ലീവ് കൊടുക്കണ്ട എന്ന് പറയുന്നവരോടാണ്, ഈ പറഞ്ഞ ഇങ്ങേരോടും ഇങ്ങേരുടെ പോലത്തെ ചിന്താഗതി ഇല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇയാൾക്ക് കപ്പ് കിട്ടാത്തതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഇയാളൊരു വ്യക്തിത്വമായിട്ട് എനിക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. സ്ത്രീ എന്ന രീതിയിൽ ആ ഒരു സംഭവം എടുത്തിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഡെലിവറിക്ക് മുമ്പും ഡെലിവറി കഴിഞ്ഞിട്ടും ഉള്ള സ്ത്രീകൾക്ക് ഉള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് ലൈക്ക് യുനോ ഭയങ്കര വൃത്തികേടാണ് താങ്കൾ പറഞ്ഞത്. കാരണം എനിക്ക് ഇത് ഇവിടെ ഞാൻ ഷെയർ ചെയ്തത്, ഇത് പറയുമ്പോൾ പോലും എനിക്ക് ഉണ്ടാവുന്ന ഒരു പെയിൻ ചെറുതല്ല. കാരണം കുട്ടി കിടന്ന് കരയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എനിച്ചിട്ട് സ്റ്റിച്ചിട്ടുകൊണ്ട് പെട്ടെന്ന് 5-6 സ്റ്റിച്ച് ഉണ്ട്. സ്റ്റിച്ചിട്ടുകൊണ്ട് എനിച്ചിരുന്നിട്ട് ഈ സാധനം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടിച്ചാലേ വരത്തുള്ളൂ. അപ്പൊ 2 സൈഡിൽ നിന്ന് എടുക്കണം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എന്റെ പെയിൻ അങ്ങോട്ട് ഞാൻ മറന്നിട്ട് ഇത് എടുത്തങ്ങ് കൊടുക്കാൻ തുടങ്ങി. അതിന്റെ ബ്ലഡ് വരുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ വേറെ, പിന്നെ നിപ്പിള് പൊട്ടിയിട്ട് അവിടെ മരുന്ന് വെച്ചിട്ട് അതിന്റെ വേറെ. മറ്റേ നമ്മൾ മാറ്റി കൊടുക്കണം പാല്. ഇത് ഒരു സൈഡ് കംഫർട്ടാണ്, ഒരു സൈഡ് അപ്പൊ ഒരു സൈഡ് കളി. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എത്ര സ്ത്രീകളുണ്ടെന്ന് അറിയാമോ ഈ ലോകത്ത്? എന്നിട്ട് നിങ്ങൾക്ക് ഇത് പറയാൻ ഒരു ഉൾപ്പില്ല. ഇതൊക്കെ പറയാണ്ട് നിങ്ങൾ അതിന്റെ അകത്ത് പോയിട്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് നിങ്ങളുടെ റിയൽ ഫേസ്, എന്താണ് നിങ്ങളുടെ റിയൽ ക്യാരക്ടർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പുറത്തിറങ്ങിയിട്ടും വലിയ തഗ് വർത്താനം പറയുന്നുണ്ട്, കണ്ണടച്ച് കിടക്കുന്ന കണ്ടു, പാത്രം കഴുകി വെക്കട്ടെ, ഈ 2 സാധനങ്ങളുള്ളോ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട്? അപ്പൊ ഈ ഒരു സംഭവത്തിനെ നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ പിന്നെയും ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ തുടക്കത്തിൽ അനീഷിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അനീഷ് ഗെയിം കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു. പക്ഷെ എനിക്ക് ബിഗ് ബോസിൽ ഇത്രയും ദിവസം കണ്ട അനീഷ് റിയൽ അനീഷ് അല്ല. അനീഷിന്റെ തോട്ട്, അനീഷിന്റെ ഫേസ്, യുനോ ഇത്രയും ദിവസം നിങ്ങൾ ഫേക്കായിട്ട് നിന്നത് നിങ്ങളുടെ വലിയൊരു കഴിവ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ആർക്കും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഈ മെറ്റർണിറ്റി ലീവിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇത് സ്ത്രീകൾക്ക് ഞാൻ സംസാരിച്ചത് വീട്ടമ്മമാർക്ക് ഇതിലെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ സ്ട്രഗിൾ ചെയ്ത കാര്യമാണ് ഞാനിവിടെ സംസാരിച്ചത്. അത് ഞാൻ ഭയങ്കര സംഭവമാണ്, ധീരവനിതയൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അമ്മമാരുണ്ട് ഈ ലോകത്ത്. ഓക്കെ, അപ്പൊ അവരുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കാര്യങ്ങൾ അവർക്കിത് പൊള്ളും, എനിക്കിത് പൊള്ളിയതുപോലെ പലർക്കും പൊള്ളും. ഞാൻ ഈ സംസാരിച്ചതിനേക്കാളും വേഴ്സ് ആയിട്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തു പോയ സ്ത്രീകളുണ്ടോ? അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ അകത്ത് പറഞ്ഞിരുന്നെങ്കിൽ സ്ത്രീകളുടെ വോട്ട് പോയിട്ട് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന, അവരുടെ പീരിയഡ്സ്, അവരുടെ ഡെലിവറി കാര്യങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന പുരുഷന്മാരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതിന്റെ അകത്ത് പറയാഞ്ഞത് എന്തോ നിങ്ങൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ടാണ് നുണകളും കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ അഞ്ജന ചോദിച്ചൊരു കാര്യമുണ്ട്, മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇത് 2 ദിവസം? അപ്പൊ മറവി, സ്ലിപ്പ് ഓഫ് ദ ടങ്, വീണെടുത്ത് കിടന്ന് ഉരുളാനായിട്ട് പലർക്കും പല കഴിവാണ്. മനസ്സിലായോ? അതൊരു വലിയ കഴിവായിട്ട് ആരും താങ്കൾ ഇതാക്കരുത്. അപ്പൊ എനിക്കിത് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, സംസാരിച്ചു. ഇങ്ങനത്തെ ആൾക്കാരോടാണ് പറയാനുള്ളത്, ചിന്തകൾ മാറ്റാൻ ഇനിയും സമയമുണ്ട്. ഇനി ഇങ്ങനത്തെ ചിന്താഗതിയുള്ള പുരുഷന്മാരുടെ കല്യാണം കഴിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ, അതും എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായ പെയിൻസ്, അവരുടേതായ നീഡ്സും കാര്യങ്ങളും സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ഭർത്താവാണ് ഇതെല്ലാം ടേക്കപ്പ് ചെയ്യേണ്ടത് അല്ലേ? അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ആ സ്ത്രീയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ഇത് ഒരിക്കലും ഒരു സ്ത്രീ ഭയങ്കര സംഭവമാണെന്നൊന്നുമല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ സ്ത്രീകളുടേതായ അവർക്ക് കെയർ കിട്ടുന്ന കാര്യങ്ങൾ, അവരുടേതായ ലെവൽസ്, അവരുടേതായ പെയിൻസ്, അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ ഇമാതിരി വൃത്തികെട്ട രീതിയിൽ തട്ടി സംസാരിക്കുമ്പോൾ അതിന് വോയിസ് റേസ് ചെയ്യണം. ഭാര്യ എന്ന് പറയുന്നത് ഒരു താലി കെട്ടി എന്ന് വെച്ചിട്ട് ഭർത്താവ് കാണിക്കുന്ന എന്ത് കണ്ണം തിരുവും സഹിച്ചിട്ട് ഓ തമ്പ്രാൻ പറഞ്ഞു മിണ്ടാണ്ടിരിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. മിണ്ടാണ്ട് നിന്നവരും കൂടി ഇപ്പൊ സംസാരിച്ചു തുടങ്ങി. സോ ഒരു സ്ത്രീയുടെ ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സ് മനസ്സിലാകാതെ താങ്കൾക്ക് എങ്ങനെയാണ് അനുമോളെ പ്രപ്പോസ് ചെയ്യാൻ തോന്നിയത്? ഇത്രയും ദിവസം താങ്കൾ അവിടെ നിന്നത് ഈ ഒരു സാധനത്തിന്റെ അകത്ത് സംസാരിക്കാത്തോണ്ടാണ്. അപ്പൊ ഇങ്ങനെ അനുമോളുടെ PR-നെ പറ്റി ഹൈപ്പ് ചെയ്ത് അനുമോൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്ത് നല്ല വൃത്തികേടും കണ്ണം തിരുവാണ് താങ്കൾ സംസാരിച്ചത്. അറിവുണ്ടായിട്ട് കാര്യമില്ല. അറിവിനെ നമുക്ക് അതിനെ അതിന്റെ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റണം. മനുഷ്യത്വമാണ്, അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒരു മനുഷ്യന് വേണ്ടത്. താങ്ക് യു.